ഓണാട്ടുകര പ്രദേശത്തിലെ 4 യോഗീശ്വരന്മാര് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം കാണാനായിട്ട് പോയി. അപമാനിക്കപ്പെട്ടു. അവരവിടെ വെച്ചെടുത്തൊരു തീരുമാനമാണ് ചുറ്റുളങ്ങരയ്ക്കും ഇതുപോലെ ഒരു അമ്പലം വേണം. അങ്ങനെ ഈ 4 യോഗീശ്വരന്മാരുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് അരുളപ്പാടുണ്ടായി. ഇങ്ങനെയാണ് അമ്പലത്തിന്റെ ഐതിഹ്യം. നാളെ ഇവിടെ രാവിലെ തൊട്ട് ഇവിടെ ജനത്തെ കൊണ്ടുവയ്ക്കാൻ പറ്റാത്ത ഭയങ്കര ഇതായിരിക്കും ചുറ്റുകുളങ്ങര അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. കുഞ്ചുമാങ്ങ സാധാരണ എല്ലാ ഭരണിക്കും വെക്കുന്നതാ. ഞങ്ങൾ ഓർമ്മ ആ കാലം മുതലേ അച്ഛനമ്മമാരൊക്കെ വെച്ച് കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്നത് തുടർന്ന് പോരുന്നുണ്ട്. കുംഭഭരണി ദിവസത്തില് അമ്പലവുമായിട്ട് 13 കരകളിലായിട്ട് കിടക്കുന്ന എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. കുംഭഭരണി ദിവസം കുത്തിയോട്ടം നടക്കും. ആമുമ്മയ്ക്ക് അത് കാണാൻ പോണോന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് പോവുകയായിരുന്നു. അടുപ്പത്ത് ഈ കൊഞ്ചുമാങ്ങ വെച്ചിട്ടാണ് പോയത്. ആമുമ്മയ്ക്ക് ഒരു ആദ്യം ഉണ്ടായി. അത് തിരിച്ചു വന്നപ്പോഴത്തേക്കും പക്ഷെ ഇവിടെ എല്ലാം കുംഭഭരണി നാളിൽ ഓണാട്ടുകരയിലെ എല്ലാ വീടുകളിലും സദ്യയോടൊപ്പം ഒരുക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചുമാങ്ങി. ഈ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് അറിയാം. എൻ്റെ പേര് ദേവപ്രിയ. ഇത് എൻ്റെ അമ്മൂമ്മ രുക്മിണി എന്നാണ് പേര്. ഇത് എൻ്റെ അമ്മ അമ്പിളി. ഇത് എൻ്റെ അനിയൻ ദേവപ്രസാദ്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നൊരു വിഭവമാണ്. അത് ഓണാട്ടുകര നാടിലെ പരദേവത എന്ന് പറയുന്ന ചുറ്റുളങ്ങര ദേവീക്ഷേത്രം. അപ്പം ആ ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി എന്ന് പറയുന്ന ഒരു ആഘോഷം, അത് വളരെ പ്രസിദ്ധമായിട്ട് ഞങ്ങളുടെ നാടിൻ്റെ എല്ലാം ഒരു വലിയൊരു ആഘോഷമാണത്. അപ്പം കുംഭഭരണി ദിവസത്തിൽ ചുറ്റുളങ്ങര അമ്പലവുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ വീടുകളിലും 13 കരകളിലായിട്ട് കിടക്കുന്ന എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. അപ്പം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മെയിനായിട്ടുള്ളത് കൊഞ്ച് ഉണക്കിയത്, അത് വറുത്തിട്ട് പൊടിച്ചു വെക്കുന്നതാണിത്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കിളിച്ചുണ്ട മാങ്ങ മാത്രമാണ് കൊഞ്ചുമാങ്ങയ്ക്ക് എടുക്കുന്നത്. അത് അരിഞ്ഞു വെച്ചത് ഇച്ചിരി ചെറിയ കഷ്ണമാക്കിയിട്ട്, പിന്നെ വളരെ ചെറിയ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശകലം വെളിച്ചെണ്ണ, പിന്നെ തേങ്ങായും കൊച്ചുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അങ്ങനെ ഈ മുരിങ്ങയ്ക്കായ ഇങ്ങനെ അരിഞ്ഞത്. കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് എന്നോ ഒരു കുംഭഭരണി ദിവസത്തിൽ ഏതോ ഒരു വീട്ടിൽ ഒരമ്മൂമ്മ ഇതേപോലെ കുംഭഭരണി ദിവസം കുത്തിയോട്ടം നടക്കും. രാവിലെ കുത്തിയോട്ടത്തിൻ്റെ ചുവടുവെപ്പും എല്ലാം ഘോഷയാത്ര പോലെ കാണും. അപ്പം ആ അമ്മൂമ്മയ്ക്ക് അത് കാണാൻ പോകണമെന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് പോവുകയായിരുന്നു. അപ്പം അടുപ്പത്ത് ഈ കൊഞ്ചുമാങ്ങ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ആമുമ്മയ്ക്ക് ഒരു ആദ്യം ഉണ്ടായി. അതായത് ചിലപ്പോൾ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കരിഞ്ഞു പോയാലോ, കഴിക്കാൻ പറ്റാത്ത വിധത്തിലായാലോ എന്ന് പേടിച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിച്ച്, ദേവി ഇതേപോലെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ ഒന്നും കേടാകല്ലേ, കരിഞ്ഞു പോകല്ലേ എന്ന രീതിയിൽ. എന്നിട്ട് അമ്മ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഘോഷയാത്ര എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയമായി. തിരിച്ചു വന്നപ്പോഴത്തേക്കും പക്ഷെ ഇവിടെ എല്ലാം കഴിക്കേണ്ട വിധത്തിൽ നല്ല രുചികരമായ രീതിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്ന ഈ വിഭവം കുംഭഭരണിയായിട്ടുള്ള ഒരു ബന്ധപ്പെടുത്തി വന്ന കഥ ഇങ്ങനെയാണ്. ഒന്ന് ചൂടാക്കുക. മുരിങ്ങയ്ക്ക് ഇച്ചിരി വേവുള്ളതായതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചതാണ്, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം, കൊഞ്ചുമാങ്ങ തയ്യാറായിട്ടുണ്ട്. ഞാൻ പഠിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിലാണ്, കൊല്ലം. അപ്പോൾ അവിടെ കുറേ അന്യസംസ്ഥാനത്തുനിന്ന് ആൾക്കാർ, പിന്നെ വെളിയിൽ നിന്നുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഇതിൻ്റെ ഐതിഹ്യങ്ങളും ഇതിൻ്റെ വിഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമാണ്. ചുറ്റുളങ്ങര അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട്
ഈ ഓണാട്ടുകര പ്രദേശത്തിലെ 4 ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4 കുടുംബത്തിലെ 4 യോഗീശ്വരന്മാർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം കാണാനായിട്ട് പോയി. അപ്പം അവിടെ വെച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ ചില കാരണങ്ങൾ അപമാനിക്കപ്പെട്ടു. അവർക്കുള്ള പരിഗണനകൾ അവിടെ കിട്ടിയില്ല. അപ്പം അവരവിടെ വെച്ചെടുത്തൊരു തീരുമാനമാണ് ഇതേപോലെ അവർക്കും ചുറ്റുളങ്ങരയ്ക്കും ഇതുപോലെ ഒരു അമ്പലം വേണം, ഒരു പരദേവത വേണം. അങ്ങനെ അവർ ഒരു ജ്യോത്സ്യനെ പോയി കണ്ട്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇതേപോലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഭജന വിടുന്നാൽ മതി, അവിടെ വെച്ച് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെന്ന്. അങ്ങനെ ഈ 4 യോഗീശ്വരന്മാരുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ഭജന വീഴുന്നിട്ട് അങ്ങനെ ദേവി ഒരു സ്വപ്ന ദർശനം തന്ന് അവിടെ അരുളപ്പാടുണ്ടായി, ഇതേപോലെ ഞാൻ ചുറ്റുളങ്ങരയിലോട്ട് വന്നേക്കാം. അങ്ങനെ അവർ തിരിച്ചു വന്നു. പിന്നീട് ഇത് ഇവിടെ അടുത്ത് കരിപ്പുഴ തോടിനോടടുത്ത് ഒരു സന്ധ്യ നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ ഇതേപോലെ അപ്പുറത്തെ കരയ്ക്ക് എത്തിക്കുമോ എന്ന് ഇങ്ങനെ തോണിക്കാരനോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നിട്ട് ആ സ്ത്രീ പുതുശ്ശേരി അമ്പലം എന്ന് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വന്നിരിക്കുകയും അങ്ങനെ ഒരുപാട് രാത്രി ആയതിനാൽ ഈ തോണിക്കാരന് ഈ സ്ത്രീക്ക് വേണ്ടി കാവലിരുന്നു. കാരണം ഒരുപാട് രാത്രി ആയതുകൊണ്ട് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട എന്നൊരു രീതിയിൽ. പക്ഷെ അദ്ദേഹം പിന്നെ രാവിലെ നോക്കിയപ്പോഴത്തേക്കും ആ സ്ത്രീയെ പിന്നെ കാണാനില്ലായിരുന്നു, അപ്രത്യക്ഷയായി. പിന്നീട് ഇപ്പോൾ ചുറ്റുളങ്ങര അമ്പലം സ്ഥിതി ചെയ്യുന്നതിന് തെക്ക് വശത്തായിട്ടുള്ള ഒരു വീട്ടിൽ കഞ്ഞിയും അസ്ത്രവും മുതിരയും എല്ലാം കൂടെ കൊടുക്കുന്ന ആ ഒരു ദിവസമായിരുന്നു. അന്നത്തെ ദിവസം ഈ അവിടെ ഇതേപോലെ ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീയെ കയറി വന്ന് ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ വീട്ടിലെ വീട്ടമ്മ വീട്ടിനകത്തോട്ട് കയറ്റി ഇരുത്തി ഭക്ഷണം കൊടുത്ത് കൈ കഴുകാനായിട്ട് അടുത്തുള്ള കുളക്കരയിലോട്ട് പോയപ്പം കൈ കഴുകിയിട്ട് ആ സ്ത്രീ ഒരു ദിവ്യജ്യോതി പോലെ മുകളിലോട്ട് പോയി. ഇത് കണ്ടു തന്ന വീട്ടമ്മ ബോധരഹിതയായി വീണു. പിന്നീട് 4 യോഗീശ്വരന്മാരെ ഇതേപോലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഇതേപോലെ അവർക്കൊരു പ്രശ്ന പരിഹാരമായിട്ട് കൊടുങ്ങല്ലൂർ ദേവി ഇവിടെ വരുമെന്നും അങ്ങനെ ചുറ്റുളങ്ങര ദേവി ആയതെന്നും അങ്ങനെ ഇവിടെ കഞ്ഞി കുടിക്കാൻ വന്നതും കടത്തുതോണി കയറി കരയെ വന്നതുമായിട്ടുള്ള സ്ത്രീയെ ചുറ്റുളങ്ങര അമ്മയാണെന്നും അങ്ങനെ അമ്പലത്തിന് വേണ്ടി ഒരു സ്ഥാനം കണ്ടുപിടിച്ച് അവിടെ അമ്പലം പണിയാണ്. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഐതിഹ്യം. ദേവി അന്ന് ആ വീട്ടിൽ വന്ന് കഴിച്ച ആഹാരമായിരുന്നു കഞ്ഞിയും മുതിരയും അസ്ത്രവും എല്ലാം കൂടി. ആ ആഹാരമാണ് ഇന്ന് ഈ കുംഭഭരണിക്ക് 7 ദിവസം മുന്നേ ശിവരാത്രി തൊട്ട് ചുറ്റുളങ്ങരയിലെ 13 കരകളിലും ഓരോ കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ചുവട്ടിലായിട്ട് കഞ്ഞിയും അസ്ത്രവും മുതിരയും പ്രസാദമായിട്ട് കൊടുക്കും. അങ്ങനെ കുതിരക്കഞ്ഞി എന്നാണ് പൊതുവെ പറയുന്നത്. ഇത് കുടിക്കാനായിട്ടും ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാരും എല്ലാവരും വന്ന് ദേവിയുടെ പ്രസാദം പോലെ ഇത് വന്ന് കുടിക്കാറുണ്ട്. അന്ന് ഈ കഞ്ഞി കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു വളരെ പുണ്യമായിട്ടുള്ളൊരു ഭൂമിയും പുണ്യമായിട്ടുള്ളൊരു നിമിഷമാണത്.